ധന്യമീ ജീവിതത്തിൽ സംസാരിക്കുന്നത് ഉണ്ടായതാണോ, അത് നടന്ന കഥയാണോ, ഇതൊന്നും ചിന്തിക്കേണ്ട കാര്യം ഇല്ല. നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഗുണപാഠം കിട്ടാനുണ്ടോ എന്നാണ് ചോദ്യം. ഈയിടെ ഒരു വേദിയിൽ സംസാരിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ ചിരിക്കുമെങ്കിൽ ഞാൻ എന്ത് പറയും? മൃഗങ്ങൾ സംസാരിക്കും, ഞാൻ സംസാരിക്കുമ്പോൾ മൃഗങ്ങൾ വർത്താനം പറയോ, അങ്ങനെ ഉണ്ടാവുമെന്നല്ല ചോദ്യം. എല്ലാവരും ഇപ്പൊ ചിരിച്ചില്ലേ? തൽക്കാലം ഒരു കുട്ടി ചിരിച്ചാൽ ജവഹർലാൽ നെഹ്റു തൊപ്പി മാറ്റിയിട്ട് കഷണ്ടി തല ഒരു കുട്ടിയിൽ ചേർപ്പ് വാങ്ങിയിട്ട് അങ്ങോട്ട് ചീങ്ങിതിലടങ്ങി മുട്ടത്തലയില് ആ കുട്ടി ചിരിച്ചു. ഇതിന് യുക്തി ഉണ്ടോന്നാണോ ചോദ്യം? ഇതുപോലെ ഫലിതബോധമുണ്ടെങ്കിൽ ആരെയും നമുക്ക് ചിരിപ്പിക്കാൻ പറ്റും. ചിരിപ്പിക്കാൻ പറ്റാത്ത വ്യക്തികളെ എനിക്ക് അത്ര ഇഷ്ടമില്ല. എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് ചിരിപ്പിക്കാനൊക്കെ പറ്റണം. അതുപോലെ കഥ ഇത് പറഞ്ഞതാണോ കേട്ടതാണോ ആവർത്തനമാണോ എന്നല്ല ചോദ്യം. എത്ര തവണ കേട്ടതാണെങ്കിലും ശരി, ചിലന്ന് പുതിയ പല കാര്യങ്ങളും ഊഹിച്ചെടുക്കാൻ ഉണ്ട്. ജീവിതത്തിലെ പ്രത്യേക നിമിഷങ്ങളിൽ ഞാൻ ആലോചിച്ചു, മിലിറ്ററി ആശുപത്രിയിൽ ഹിമാലയത്തില് ഉള്ളോട്ടുള്ള ഒരു സ്ഥലത്ത് മിലിറ്ററി ആശുപത്രി, അവിടെ ബെഡിൽ കിടക്കുന്ന ആളുകളുണ്ട്. പലരും വൃദ്ധന്മാരാണ്, മരണത്തെ നോക്കി കിടക്കുകയാണ്. ഓരോ സമയത്തും ആശുപത്രി കിടപ്പ് വ്യത്യാസമുണ്ട്. 20-ാമത്തെ വയസ്സിൽ ആശുപത്രി കിടക്കുമ്പോൾ ഉള്ള മാനസികാവസ്ഥയല്ല 90-ാമത്തെ വയസ്സിൽ കിടക്കുമ്പോൾ. അപ്പൊ ഒരു മുറിയിൽ, സാധാരണ ആശുപത്രി ഒരു മുറി, ആ മുറിയിൽ 2 ബെഡ്, ഇങ്ങനെയാണ് കണക്ക്. ഒരു ബെഡ് ജാലകത്തിന്റെ അടുത്താണ്, മറ്റേ ബെഡ് ജാലകത്തിന്റെ അടുത്തല്ല. ആദ്യം വന്നവർക്ക് ജാലകത്തിന്റെ അടുത്ത് കൊടുക്കും എന്ന സിസ്റ്റം ആയിരിക്കാം അവിടെ ഉള്ളത്. വളരെ മൂഡ് ഔട്ടായിട്ട് ഒരു വൃദ്ധൻ, രോഗം മാറുന്നില്ല, ചില രോഗങ്ങൾ ചികിത്സിക്കും തോറും വർദ്ധിക്കും. ഡോക്ടർമാര് വന്നിട്ട് ഇയാൾക്ക് എന്തൊക്കെയാ കൊടുത്തതെന്ന് നോക്കും. ഇനി എഴുതാൻ വല്ല ഗുളികയും ബാക്കിയുണ്ടോ എന്നുള്ള പോലെ. അപ്പൊ ഒരു 3 പേജ് പ്രിസ്ക്രിപ്ഷൻ കാണുമ്പോൾ ഒരു മിക്കതൊക്കെ അറിവിൽ കൊടുത്തു കഴിഞ്ഞിരിക്കും ഇയാൾക്ക്. ഇനിയിപ്പോ എന്താ ചെയ്യുക? പരിശോധിച്ച റിസൾട്ടൊക്കെ നോക്കി, സ്വാഭാവികമല്ലേ, ഇനി ഒരു അത്ഭുതം കാണിക്കാൻ പറ്റില്ല. ഏതായാലും കുറച്ചു ദിവസം ഇവിടെ കിടക്കൂ, ഞങ്ങൾ നിരീക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു ഒറ്റയ്ക്കൊരു ബെഡിൽ ഇദ്ദേഹം കിടക്കുകയാണ്. നമ്മുടെ ജീവിതമായിട്ടൊരു പ്രശ്നമുണ്ട്. ആസ്പത്രിക്കാരിയൊന്നല്ല പറയണത്. അങ്ങനെ വരുമ്പോ നമുക്ക് ആരോടെങ്കിലും ഒരു അസൂയ ഉണ്ട്. ആരോടെങ്കിലും കുറച്ചൊരു അസൂയോട് കൂടി നോക്കുന്ന ആരാച്ചാൽ അപ്പുറത്തെ ബെഡിൽ കിടക്കുന്ന ആൾക്കാർ, ജനവാതിലിന്റെ അടുത്താണ്. അപ്പൊ പുറത്തേക്ക് നോക്കാം, കാഴ്ചകൾ കാണാൻ കഴിയും. ഈ വ്യക്തി ആദ്യത്തെ 2 ദിവസം അയാളൊരു മിണ്ടിയല്ല. പിന്നെ പറഞ്ഞു, നിങ്ങളെ എവിടുന്നാ വരുന്നത്, എന്താ പേര് എന്നൊക്കെ ചോദിച്ചു. നിങ്ങൾ എന്താ ജനവാതിൽ കൂടെ പുറത്തേക്ക് നോക്കണത്? എനിക്ക് ആ ബെഡ് കിട്ടിയില്ലല്ലോ, എന്തൊക്കെ കാഴ്ചകളാണ് കാണുന്നത്. അപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ വിസ്തരിക്കാം. അയ്യോ, ഞാൻ കേൾക്കാം, ഞാൻ ഏതായാലും വെറുതെ കിടക്കല്ലേ, വേറൊന്നും ചെയ്യാനല്ലോ.
അതിമനോഹരമായ കാഴ്ചകളാണ് കാണുന്നത്. ഇവിടുന്ന് നോക്കിയാൽ അകലെ സമുദ്രം കാണാം. അതുകൂടാതെ സമുദ്രത്തോട് ചേർന്നൊരു പാർക്കുണ്ട്. പിന്നെ നിരത്തിലൂടെ നടന്നു പോകുന്നവരുണ്ട്. ആകാശത്ത് കൂടെ പറന്നു പോകുന്ന പക്ഷികളുണ്ട്. ഏതൊക്കെ പക്ഷികളാ പേരൊന്നും എനിക്കറിയില്ല. ഞാൻ ഓരോന്നായിട്ട് വിവരിക്കാം. ഒരു ദിവസം സമുദ്രത്തെക്കുറിച്ച് വിസ്തരിച്ചു. സമുദ്രം കണ്ടുവന്ന ആളാണെങ്കിൽ ശരി, നമ്മൾ വെറുതെ ഒന്ന് ചോദിക്കും. ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾ എവിടെയാ പോയത്? ഇന്ന സ്ഥലത്താ പോയത്. ഇതുവരെ അവിടെ പലതവണ ഞാൻ പോയിട്ടെങ്കിലും ഞാൻ കാണാത്ത ഒരു കാഴ്ച ഈ വ്യക്തിയിൽ നിന്ന് കിട്ടാണ്ടാവും. അങ്ങനെ അന്വേഷിക്കുന്നവർക്ക്, ഇതുവരെ കാണാത്തവർ. അപ്പൊ സമുദ്രത്തിനെ പറ്റി, അത് അലയടിക്കുന്നതിനെ കുറിച്ച്, അതൊരു അത്ഭുതം. എന്തൊക്കെ അത്ഭുതങ്ങളാണ് ആ സമുദ്രത്തിന്റെ അഗാധതയിൽ കിടക്കുന്നത് തുടങ്ങിയ അനവധി കാര്യങ്ങൾ ഒരു ദിവസം വിസ്തരിച്ചു. രണ്ടാമത്തെ ദിവസം അവിടുത്തെ പാർക്കിനെ കുറിച്ച് ഓരോരുത്തരിങ്ങനെ വരുന്നു, പാർക്കിൽ പോണു. അവരിങ്ങനെ ഗ്രാമീണ ഭാഷയെ പറഞ്ഞ അറുമാദിക്കുകയാണ്. പിന്നെ കല്യാണം കഴിക്കാത്ത ചെക്കനും പെണ്ണൊക്കെ കൂടി വരുന്നുണ്ട്. ഇയാൾ ചോദിച്ചു, അങ്ങനെ പിന്നെ കല്യാണം കഴിച്ചവരാണോ? ഈ പ്രായമൊക്കെ കണ്ടായിരുന്നൂടെ? കോളേജിൽ പഠിക്കുന്ന പിള്ളേരാണ് എന്നുള്ളത് കണ്ടായിരുന്നൂടെ? പക്വതയുള്ള ദമ്പതിമാരാച്ചാൽ അവർക്ക് കുറച്ചും കൂടി ഒരു പ്രായ കൂടുതൽ കാണുമല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോ അവരെ കുറിച്ച് വിവരിക്കൽ തുടങ്ങി. അപ്പൊ കേൾക്കാൻ കുറച്ചും കൂടി രസമുണ്ട്. കാര്യം വയസ്സാണെങ്കിലും ചെക്കനും പെണ്ണും കൂടി എങ്ങനെ അവരോടൊന്ന് പറയുന്നുണ്ട്, തോണ്ടുന്നുണ്ട്. ഇപ്പോഴത്തെ പെൺപിള്ളേരില്ലേ, അവർക്ക് നാണില്ല, ആൺപിള്ളേർക്ക് നാണില്ല. ഇവര് പോയി കഴിഞ്ഞ് പിറ്റേ ദിവസം ഈ കാമുമാര് വന്നിട്ടുണ്ടോ? ഇന്ന് അവര് വന്നിട്ടുണ്ടോ ചോദിക്കുകയോ? അന്നും വന്നിട്ടുണ്ട്. ഡ്രസ്സൊക്കെ മാറ്റിയാണ്. അവളിപ്പോ ഒരു നീല ചുരിദാറാ ധരിച്ചിരിക്കുന്നത്. അവരെ കുറിച്ച് വിസ്തരിക്കും. പിറ്റേ ദിവസം ആകാശത്ത് പോണ പക്ഷികളെ കുറിച്ച്. ഇങ്ങനെ എന്താണ് രസം! ആ പ്രഭാതത്തിൽ ഇങ്ങനെ ഇതൊക്കെ മഞ്ഞു മൂടി നിൽക്കുന്ന ഒരു അവസരമാണ്. ആ അവസരത്തിലെ കാര്യവും വിസ്തരിക്കും. അങ്ങനെ പറഞ്ഞ് ഒരു ദിവസം അയാൾക്ക് സംസാരിക്കാൻ കഴിയാതെയായി. അദ്ദേഹം മരിച്ചുപോയി. ആസ്പത്രിക്കാർ വന്നു, അദ്ദേഹത്തിന്റെ ശവശരീരം അവിടുന്ന് കൊണ്ടുപോയി. ഇതൊക്കെ ആനന്ദത്തോടുകൂടി കേട്ടിരുന്ന കാരണവർ പറഞ്ഞു, എന്നെ ആ ബെഡിലേക്ക് ഒന്ന് മാറ്റി തരുമെന്ന്. ആയിക്കോട്ടെ, ആ ബെഡ് പൊഴിഞ്ഞു കിടക്കുകയാണല്ലോ. വാതിലിന്റെ അടുത്താണ്, കാറ്റ് കിട്ടും. ആ ബെഡിലേക്ക് മാറ്റി. ജാലകമുണ്ട്. ഇദ്ദേഹം നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. അപ്പുറത്തെ കെട്ടിടത്തിന്റെ ഒരു ചുമരൊഴിച്ച് ഒന്നും കാണാനില്ല. ആ ചുമരിന് യാതൊരു ഭംഗിയില്ല. കോൺക്രീറ്റ് അവിടെയും ഇവിടെയൊക്കെ അടഞ്ഞിരിക്കണം. ഇതൊന്നും കാണാനില്ലാതെയാണ് ഈ വ്യക്തി ഇതൊക്കെ കയ്യിൽ നിന്നിട്ട് പറഞ്ഞത്. അതുകൊണ്ട് എന്താ കുഴപ്പമുണ്ടായി? ഇപ്പോ ഇദ്ദേഹം ആനന്ദിച്ചില്ലേ അത്രയും ദിവസം മറ്റാളുടെ വർത്താനം കേട്ടിട്ട്? മറ്റാളുടെ സംസാരം കേട്ടിട്ട് ഇത്രയും ദിവസം ആനന്ദിച്ചില്ലേ? ഇയാള് നഴ്സിനോട് പറഞ്ഞു, ഇതിന്റെ അപ്പുറത്തേക്ക് ഒന്നും നോക്കിയിട്ട് കാണാനില്ല. എന്ത് കാണാം അപ്പുറത്തൊരു കെട്ടിടത്തിന്റെ ചുമരല്ലാതെ? അപ്പൊ ഇതിനു മുമ്പ് എന്നോട് പറഞ്ഞ ആള് ഇങ്ങനെയൊക്കെ കണ്ടു എന്ന് പറഞ്ഞതോ? അയാൾക്ക് കണ്ണ് കാണില്ല, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അയാൾക്ക് രണ്ട് കണ്ണും കാണില്ല. അത് ഇതുവരെ നിങ്ങൾ മനസ്സിലാക്കിയില്ല. അയ്യോ, ഞാൻ മനസ്സിലാക്കിയില്ല. പക്ഷെ ആ വ്യക്തി ജീവിതത്തിനെ എങ്ങനെ കണ്ടു എന്നതിൽ നമ്മൾ കഥ വിടുക. ചില കാരണവന്മാരുടെ വർത്താനം കേൾക്കാൻ എന്താ രസം!
അവര് രാവിലെ ഭാരതപ്പുഴ പോയി കുളിക്കാൻ പോയപ്പോ കണ്ട കാഴ്ച എന്ന് വിവരിക്കുമ്പോ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും ആ വിസ്താരം. അവരെ കുറിച്ച് പറയും. കുട്ടികൃഷ്ണമാമയുടെ വർത്താനം കേൾക്കാൻ നല്ല രസാട്ടോ. ജീവിതത്തിനെ ചമൽക്കാരത്തോടു കൂടി മാനവത്തോടു കൂടി കാണുമ്പോ എന്താണ് രസം. വൈകുന്നേരം വീട്ടിലിരിക്കും, പുറത്തേക്കൊന്നും പോണ്ട. കിളികളെ കാണൂ, ആ പക്ഷികളുടെ കാര്യങ്ങൾ കാണൂ, വൃക്ഷങ്ങളെ കാണൂ. എന്റെ തൊടിയിൽ ഒരു മാവേ ഉള്ളൂ, അശോകസുന്ദരി എന്നാണ് ഞാൻ വിളിക്കുക. അശോകസുന്ദരി എനിക്ക് എത്തിപ്പൊട്ടിക്കാൻ ഭാഗത്ത് ഒരു ശിഖരത്തിൽ മാത്രം 2 മാങ്ങ തരുമായിരുന്നു. ഇപ്പോ മുഴുവൻ പൂത്തിരിക്കണം. 10% പൂത്ത അവതാരമാണ്. ഞാൻ അങ്ങനെ സ്വപ്നം കാണുകയാണ് അശോകസുന്ദരിയെ ചൊല്ലി. ധാരാളം മാങ്ങ ഉണ്ടാവുന്നതും, മാങ്ങ എനിക്ക് വളരെ ഇഷ്ടമാണ്. മാങ്ങയാണ് ജ്ഞാനപ്പഴം. ജീവിതത്തെ പറ്റി ഒരു നല്ല കാഴ്ചപ്പാട്ടിലേക്ക് വരൂ. ഒരു കോമഡിയും ഉണ്ട്. ആ കോമഡി തന്നെ എന്താ അറിയോ? ഭയങ്കര വിറ്റാണ് ഇഷ്ട. കോഴിക്കോടൻ ഭാഷയിൽ പോലീസ് എന്നെ പിടിച്ചു, എന്നിട്ടോ ഭയങ്കര വിറ്റാ, എന്നിട്ടോ കിട്ടി 2 അടി. അടി കിട്ടിയത് ചവിട്ട് കൊണ്ടാണ് പറഞ്ഞത്. അതിന്റെ ഇടയ്ക്കവിടെ ഭയങ്കര വിറ്റാണ് ഇഷ്ട എന്ന് പറയുന്ന പോലെ ജീവിതത്തിന് കാഴ്ചപ്പാടാണ് മാറ്റിമറിക്കുന്നത്. ചമ്മൽക്കാരത്തോടു കൂടി ജീവിതത്തെ കാണൂ. ചിലവര് എന്തും അത്ഭുതമായിട്ട് കാണും. എന്തൊരു അത്ഭുതം, അവിടെ വെച്ചൊരു മഹാ അത്ഭുതം ഉണ്ടായി, നമ്മൾ ഞെട്ടും. അത്ഭുതമൊന്നും ആവില്ല, പക്ഷെ അത് അത്ഭുതമായിട്ടാണ് നമുക്ക് തരുന്നത്. ഈ അറിവ് നമ്മളെ നയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ സംവദിക്കുന്നു. നമസ്കാരം.